സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ന്യൂറോണിന്റെ സ്ട്രക്ചറാണ്. ആ ന്യൂറോണിന്റെ സ്ട്രക്ചർ, അതിന്റെ പാർട്സ്, നാഡീകോശത്തിന്റെ ഭാഗങ്ങൾ, നാഡീകോശം അതിന്റെ പടം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ രോഗങ്ങളുണ്ട്. 3 രോഗങ്ങൾ പറയുന്നുണ്ട്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഒക്കെ. ആ രോഗങ്ങളെ കുറിച്ചുള്ളതാണ് അടുത്തത്. ഇതിന് 1-2 പ്രധാന പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു നാഡീകോശമുണ്ട്. ഒരു നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോൺ. ഒരു ന്യൂറോൺ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നു, അത് അറിയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നു, അത് നമ്മൾ അറിയുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ അറിയാനൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നെർവസ് സിസ്റ്റം. ദി നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ദി ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ആൻഡ് റിസപ്റ്റേഴ്സ്. അപ്പോ ഈ നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? ബ്രെയിൻ, മസ്തിഷ്കം, സ്പൈനൽ കോഡ്, സുഷ്മനാനാഡി, നെർവസ്, നാഡികള്, പിന്നെയോ റിസപ്റ്റേഴ്സ്, ഗ്രാഹികള്. ഇത്രയും സാധനങ്ങളാണ് ഒരു നെർവസ് സിസ്റ്റത്തില്. ഈ നെർവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെർവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടോ, ന്യൂറോണുകൾ കൊണ്ടാണ്. നാഡികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂറോണുകൾ കൊണ്ടാണ്. അതായത് നാഡീകോശങ്ങൾ കൊണ്ടാണ്. എന്തെല്ലാമാണ് ഈ നാഡീകോശത്തിലുള്ളത്? ഇത് കണ്ടോ, എന്തൊക്കെയുണ്ട്? ഇതാണ് കോശ ശരീരം, സെൽ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് സെൽ ബോഡി. ഇത് ആക്സോൺ. ഇവിടെ ആക്സോണൈറ്റുകളുണ്ട്. ഇത് ഡെൻഡ്രോൺ, അറ്റത്തെ ഡെൻഡ്രൈറ്റുകളുണ്ട്. പിന്നെന്താണ്? ഷ്വാൻ സെൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഇത്രയും പാർട്സ് ആണുള്ളത്. ഇത്രയും പാർട്സ് വരച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഫിഗർ തരും, എന്നിട്ട് ഓരോന്ന് 1, 2, 3 എന്ന് എഴുതുന്നു, എന്നിട്ട് അത് ഏതൊക്കെയാണ് എന്ന് എഴുതാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും ധർമ്മം ചോദിക്കാം. ഇത് എന്തിനൊക്കെയാണുള്ളത്? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ? പാർട്ട് പ്രൊജക്റ്റിംഗ് ഫ്രം ദി സെൽ ബോഡി. നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കാണുന്ന സാധനമാണ്. നമ്മുടെ കോശ ശരീരത്തിൽ നിന്നും എന്താണ് പ്രൊജക്ട് ചെയ്ത് കാണുന്നതാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡെൻഡ്രോണിന്റെ ഉപയോഗം? ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും ഇമ്പൾസസ് ഉണ്ടാകുമ്പോൾ, ആവേഗങ്ങൾ ഉണ്ടാകുമ്പോൾ, കണ്ടു, കേട്ടു, അല്ലെങ്കിൽ തൊട്ടു, ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള ആവേഗങ്ങൾ, ഇമ്പൾസസ് ഉണ്ടാകുന്നു. ആ ഇമ്പൾസസ് ഡെൻഡ്രൈറ്റിലാണ് എത്തുക. ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ സ്വീകരിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങൾ, ഇമ്പൾസസിനെ സ്വീകരിക്കുന്നു. അതാണ് ഡെൻഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ ഡെൻഡ്രൈറ്റ് എന്താണ്? ഇതിന്റെ ശാഖകളാണ്, ഇതിന്റെ ബ്രാഞ്ചസ് ആണ്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഇതിന് തൊട്ടടുത്തൊരു ന്യൂറോൺ കാണും. ആ ന്യൂറോൺ കൊണ്ടുവരുന്ന ഇമ്പൾസസ് ഈ ഡെൻഡ്രൈറ്റ് സ്വീകരിച്ചിട്ട് ഈ ഡെൻഡ്രോണിന് കൊടുക്കുന്നു. ഈ ഡെൻഡ്രോൺ ഇത് കോശ ശരീരത്തിലോട്ട്, ഇത് സെൽ ബോഡിയിലോട്ട് എത്തിക്കുന്നു. സെൽ ബോഡിയിൽ നിന്ന് ഇത് ആക്സോൺ വഴി അങ്ങോട്ട് പോകുന്നു, ആക്സോണൈറ്റിലോട്ട് പോകുന്നു. ആക്സോണൈറ്റിന്റെ അറ്റത്തെന്തുണ്ട്? സിനാപ്റ്റിക് നോബുണ്ട്. ഈ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? ആക്സോണിന്റെ അഗ്രഭാഗമാണ്. നാഡീയ പ്രേക്ഷകം സ്രവിപ്പിക്കുന്നു. ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് സ്രവിപ്പിക്കുന്ന ആരാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പൊ ഇങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത്. അപ്പൊ എന്താണ്? ഇപ്പൊ ഇവിടെ ഒരു ഗ്രാഹി കോശം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ റിസപ്റ്റർ സെല്ല്, ഇപ്പൊ ചൂടറിഞ്ഞു. ആ റിസപ്റ്റർ സെല്ല്, ആ കോശം ചൂട് എന്ന് പറയുന്നത് അറിഞ്ഞു. ആ ഇമ്പൾസ് അറിഞ്ഞു. ആ ഇമ്പൾസസ് എന്തു ചെയ്യും? ആ ഇമ്പൾസസ് ഈ ഡെൻഡ്രൈറ്റ് ആണ് അറ്റത്തുനിന്നിരിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റിലോട്ട് ആ ഇമ്പൾസസ് പോകുന്നു, ആ ആവേഗങ്ങൾ പോകുന്നു, ഡെൻഡ്രോണിലോട്ട് പോകുന്നു, സെൽ ബോഡിയിൽ വരുന്നു, കോശ ശരീരത്തിൽ വരുന്നു. എന്നിട്ട് ആക്സോണിലൂടെ ഇത് പോകുന്നു, ആക്സോണൈറ്റിൽ പോകുന്നു, സിനാപ്റ്റിക് നോബിൽ പോകുന്നു. അപ്പോൾ എന്താണ്? ആ ആവേഗത്തിന് തുല്യമായിട്ടുള്ള ചില രാസവസ്തുക്കൾ, കെമിക്കൽ സബ്സ്റ്റൻസസ്, അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു, സ്രവിപ്പിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പിന്നീട് ഇവിടുന്ന് തൊട്ടടുത്ത ന്യൂറോണിന്റെ, തൊട്ടടുത്ത നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റിലോട്ട് ഈ ആവേഗങ്ങളെ കെമിക്കലായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ വീണ്ടും ഇലക്ട്രിക് സിഗ്നൽ ആവുകയും അത് അങ്ങനെ പോവുകയും ചെയ്യുന്നു.
ഇനി ഇവിടെ വേറെ ചില പാർട്ടുകൾ കാണാം. എന്താണ്? ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സോണൈറ്റിനെ വലയം ചെയ്ത് കാണുന്നതാണ് ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇത് കണ്ടോ? ഇത് ആക്സോൺ ആണ്. ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിനെ പൊതിഞ്ഞ് മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത്. എന്താണ് ഈ മൈലിൻ ഷീത്ത്? ഈ ആക്സോണിനെ എന്താണ് ചെയ്യുന്നത്? മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു. ഈ ആക്സോണിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്ന മൈലിൻ ഷീത്ത് ചെയ്യുന്നത്. പിന്നെന്താണ്? ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇത് വേഗത വർദ്ധിപ്പിക്കുന്നത്? ഇതൊരു ഇൻസുലേറ്റർ ആണ്. ഇതിന്റെ പുറത്തേക്ക് ആവേഗങ്ങൾ പോവില്ല. പുറത്തേക്ക് ചോർന്ന് പോകാത്തതുകൊണ്ട് ആവേഗങ്ങൾ സ്പീഡിൽ പോകുന്നു. ഇപ്പൊ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, ഒരു പൈപ്പിൽ കൂടെ വെള്ളം പോവുകയാണ്, അത് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്പീഡിന് പോവില്ല. അതിന്റെ ഓട്ടയൊക്കെ അടയ്ക്കുവാണെങ്കിൽ സ്പീഡിന് പോകും. അതുപോലെ ഇതൊരു ഇൻസുലേറ്റർ ആണ്. ഇത് വൈദ്യുതിയെ കടത്തിവിടില്ല, ഇലക്ട്രിക് സിഗ്നലിനെ കടത്തിവിടില്ല. അപ്പൊ ഈ ഇലക്ട്രിക് സിഗ്നലിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താണ് മൈലിൻ ഷീറ്റ് സഹായിക്കുന്നു. പിന്നെന്താണ്? ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പൊ പുറമേ നിന്നുള്ള എന്തെങ്കിലും ക്ഷതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നു. ഇതും എന്താണ് മൈലിൻ ഷീറ്റ് ചെയ്യുന്നതാണ്. പ്രൊട്ടക്ട് ദി ആക്ഷൻ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പൊ ഇതാണ് ഒരു നാഡീകോശത്തിന്റെ, ഒരു ന്യൂറോണിന്റെ പാർട്സ്. ആ ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ് അങ്ങനെയാണ്. പിന്നെ ഇവിടുന്ന് ഇമ്പൾസസ് എങ്ങനെയാണ് ഏതെല്ലാം വഴിവഴി പോകുന്നതെന്ന് പറഞ്ഞു. ഡെൻഡ്രൈറ്റിലെത്തുന്നു, അതായത് റിസപ്റ്റർ സെല്ലിൽ നിന്ന് ഡെൻഡ്രൈറ്റിലെത്തുന്നു, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലെത്തുന്നു, ഡെൻഡ്രോണിൽ നിന്ന് എവിടെ എത്തുന്നു? ബോഡി, സെൽ ബോഡിയിലെത്തുന്നു, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലെത്തുന്നു, ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റിലെത്തുന്നു, ആക്സോണൈറ്റിൽ നിന്ന് സിനോപ്റ്റിക് നോബില്, അവിടുന്ന് അതിന് തുല്യമായിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇനി അടുത്തായിട്ട് ഒന്നോ രണ്ടോ രോഗങ്ങളെ കുറിച്ചുള്ളതാണ്, അതിപ്പോൾ പറയാം. ഇനി ഒരു 3 രോഗങ്ങളെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. ഈ 3 രോഗങ്ങൾ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന 3 രോഗങ്ങളാണ്. എന്താണ് അൽഷിമേഴ്സ്? This disease is caused by a continuous degeneration of neurons in the brain. ന്യൂറോൺസ് എന്ത് ചെയ്യുക? നശിച്ചു പോവുക. മസ്തിഷ്കത്തിലെ നാഡികലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അക്യൂമുലേഷൻ ഓഫ് ആൻ ഇൻസുലബിൾ പ്രോട്ടീൻ. ഇൻസുലബിൾ ആയിട്ടുള്ള, ലയിക്കാത്ത ഒരു പ്രോട്ടീൻ അക്യൂമുലേറ്റ് ചെയ്യുന്നു ഇൻ ദി ഫോം ഓഫ് പ്ലാക്ക്. ഒരു പ്ലാക്ക് ആയിട്ട് നെർവസ് ടിഷ്യൂസിൽ അടിഞ്ഞുകൂടുകയും ആ കലകൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. ആ ടിഷ്യൂസ് നശിച്ചു പോവുകയും ചെയ്യുന്നു, ആ സെൽസ് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ, ഇൻസുലബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ എന്താണ് ഡെപ്പോസിറ്റ് ആവുകയും അങ്ങനെ ന്യൂറോൺസ് നശിക്കുകയും ചെയ്യുന്നു. ഇത് വന്നാൽ എന്താണ് കുഴപ്പം? ഇത് വന്നാൽ ഓർമ്മകൾ ഇല്ലാതാകുന്നു, കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു, നമ്മുടെ ഡെയിലി റൊട്ടൈൻ ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണവും അതിന്റെ ലക്ഷണവും. ഇനി പാർക്കിൻസൺസ് എന്ന് പറയുന്നുണ്ട്. പാർക്കിൻസൺസ് രോഗങ്ങള് പല പ്രശസ്തരായ വ്യക്തിയും ബാധിച്ച രോഗമാണ് പാർക്കിൻസൺസ്. എന്താണ്? മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. ഗാംഗ്ലിയോണുകള് നശിച്ചു പോകുന്നു. അപ്പൊ തലച്ചോറിലോ ഡോപ്പോമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉത്പാദനം കുറയുന്നു. അപ്പൊ നമ്മുടെ തലച്ചോറില് ഡോപ്പോമിന്റെ ഉത്പാദനം കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഗാംഗ്ലിയോൺസ് നശിച്ചു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും, തുലനനില നഷ്ടപ്പെടുന്നു, ബാലൻസ് നഷ്ടപ്പെടുന്നു. ശരീരം ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, മസിൽസ് ഒക്കെ ക്രമമില്ലാതെ ചലിക്കുന്നു. ശരീരത്തിന് വിറയലുണ്ടാവുന്നു, ഷിവറിംഗ് ഉണ്ടാവുന്നു, വായിൽ നിന്ന് ഉമിനീര് ഒഴുകുന്നു. ഇതെല്ലാം എന്താണ്? പാർക്കിൻസൺസ് ഡിസീസിന്റെ ലക്ഷണങ്ങളാണ്. അടുത്താണ് അപസ്മാരം. അത് നമുക്ക് മിക്കപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്, മുതിർന്നവർക്ക് ഉണ്ടാവാറുണ്ട് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇറഗുലാരിറ്റി ഇൻ ദി ഇലക്ട്രിക് ഇമ്പൾസസ് ഇൻ ദി ബ്രെയിൻ. ബ്രെയിനില് ഇലക്ട്രിക് ഇമ്പൾസസിന്റെ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നു. തലച്ചോറില് തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? തുടരെയുള്ള പേശി സങ്കോചം ഉണ്ടാകുന്നു. പേശി സങ്കോചം ഉണ്ടാകുന്നു. പിന്നെന്താണ്? സന്നി ഉണ്ടാകുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നു. പല്ല് കടിച്ചു പിടിക്കുന്നു. പിന്നെ രോഗി അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു. ഫിറ്റ്സ് വരുന്നു. ഫിറ്റ്സ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഫിറ്റ്സ് വരുന്നു. പിന്നെ അൺകൺട്രോൾഡ് മസ്കുലാർ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ അൺകോൺഷ്യസ് ആയി മാറുകയും ചെയ്യുന്നു.
അത് കുറച്ച് സെക്കൻഡോ കുറച്ച് മിനിറ്റിലേക്കാണ് ഇത് നീണ്ട നിൽക്കുകയുള്ളൂ. അപ്പൊ ക്ലെൻച്ചിങ് ഓഫ് ടീത്ത്, പല്ല് കടിച്ചു പിടിക്കുന്നു. ബൈറ്റിംഗ് ഓഫ് ദി ടങ്ക്, ചിലപ്പോൾ നാവ് കടിച്ചു മുറിക്കാം. ഫ്രോതി ഡിസ്ചാർജ് ഫ്രം ദി മൗത്ത് ആൻഡ് ആർ കോമൺ, നുരയും പതയൊക്കെ വരാം. ഇതെല്ലാം അപസ്മാരത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഈ രോഗങ്ങള്, പിന്നെ ഈ ന്യൂറോൺ, ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നോക്കി വെച്ച് പോവുക.